ഈ മാണനാട് NSS കരയോഗത്തിന്റെ പ്രസിഡന്റ് ആർ ശ്രീകുമാർ, അതോടൊപ്പം പ്രിയപ്പെട്ട കരയോഗങ്ങളെ, നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് സമുദായങ്ങളെ പുറകിൽ നിന്ന് കുത്തിയ ഈ സുകുമാരൻ നായർ, അദ്ദേഹം മാതൃകയായിട്ട് ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ഒരു നായർ സമൂഹത്തിന് പുറകിൽ നിന്നാണ് അദ്ദേഹം കുത്തിയിരിക്കുന്നത്. കാരണം ശബരിമല വിഷയം വന്ന സമയത്ത് ഇവിടുത്തെ സർക്കാർ ഹിന്ദു സമൂഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അയ്യപ്പന്റെ സന്നിധിയിൽ യുവതികളെ കയറ്റിക്കൊണ്ട് ആചാര ലംഘനം നടത്തിയ സമയത്ത് NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ അദ്ദേഹത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് മാറ്റം വരാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള പല അഴിമതികളും, പല പുറത്തറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കൊണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വരുമാനമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യാജ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ മരുമകൾ, മോൻ തുടങ്ങിയ അഴിമതി കഥകളെല്ലാം മൂടി വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സർക്കാരിനോട് വെട്ടി നിൽക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ സമുദായത്തിന് പുറകിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പുറകിൽ നിന്ന് കുത്തിയ അദ്ദേഹത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് നമ്മളിവിടുത്തെ കരയോഗങ്ങളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി ആദരണീയനായിട്ടുള്ള മാണനാട് NSS കരയോഗം പ്രസിഡന്റായിട്ടുള്ള ആർ ശ്രീമാനെ ആദരവ് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മാണനാട് ശ്രീ ഹരിരാജ NSS കരയോഗം 43-27 നമ്പർ കരയോഗം ഇങ്ങനെ ഒരു പ്രതിഷേധം വൈകുന്നേരം കൂടിയതിന്റെ പ്രധാന കാര്യം ഇതിന്റെ സ്വാഗത പ്രാസംഗികയിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു സമയത്ത് പവിത്രമായ പരിപാവനമായിട്ടുള്ള ശബരിമലയെ തകർക്കുന്നതിലേക്ക് വേണ്ടി പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു അഴിഞ്ഞാട്ടം നടക്കുകയുണ്ടായി. അന്ന് NSS പോലെയുള്ള ധാരാളം സംഘടനകൾ അതിന് പിണറായിക്കെതിരായിട്ട് ശബ്ദമെടുത്തുകയും ധാരാളം അമ്മമാരെയും സഹോദരിമാരെയൊക്കെ നാമജപത്തിലൂടെ തെരുവിലിറക്കി അവര് പ്രതിഷേധം രേഖപ്പെടുത്തിയ സമയത്ത് എല്ലാവരെയും ജയിലിലടക്കുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കൊക്കെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആയിരക്കണക്കിന് കേസുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു വ്യാജ സംഗമം ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതി ഒരു വ്യാജ സംഗമം പന്തളത്ത് നടക്കുകയുണ്ടായി. അതിന് അനുകൂലമായിട്ട് ഈ സുകുമാരൻ നായർ അയാളുടെ അഴിമതി കഥകളും വിജിലൻസ് അന്വേഷണത്തിലൂടെ പുറത്തു വരാതിരിക്കുവാൻ പിണറായി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി, അയാളുടെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരാതിരിക്കുന്നതിലേക്ക് വേണ്ടി പിണറായിക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുകയും നായർ സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തിയ യുവദാസായിട്ടുള്ള സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധിക്കുകയും അയാളുടെ കോലം കത്തിക്കുകയും ചെയ്യുകയാണ് മാണനാട് ശ്രീ ഹരിരാജ NSS കരയോഗം. സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ വന്ദേനപ്പ എൻ ഗുരുനാഥ ഏകാന്തവാസ ഭൂമി പ്രപഞ്ച ഭൂലോകനാഥ സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ വന്ദേനപ്പ എൻ ഗുരുനാഥ ഏകാന്തവാസ ഭൂമി പ്രപഞ്ച ഭൂലോകനാഥ സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ ഭഗവാൻ ശരണം ഭഗവതി ശരണം ഈശ്വരനേ ഈശ്വരനേ സ്വാമിയപ്പ ശരണമപ്പ വന്ദേനപ്പ എൻ ഗുരുനാഥ ഏകാന്തവാസ ഭൂമി പ്രപഞ്ച. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാണനാട് കരയോഗത്തിന്റെ രീതിയില് ഇന്ന് ഞങ്ങള് ശബരിമല ആചാര അനുഷ്ഠാനങ്ങള് NSSന്റെ നേതൃത്വത്തിൽ പല ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഞങ്ങളും ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ അമ്മമാരും സഹോദരന്മാരും അടക്കം
പങ്കെടുത്തു. ഈ പങ്കെടുത്ത ആചാരാനുഷ്ഠാനങ്ങൾ പങ്കെടുത്തവരെ നിരവധി കേസുകളിൽ കുടുക്കിയിട്ടും അതൊക്കെ മറന്നുകൊണ്ട് സുകുമാരൻ നായർ, നമ്മുടെ NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ ഞങ്ങൾക്കെതിരെ, ഹിന്ദുവിനെതിരെ, നായർ സമുദായത്തിനെതിരെ ഉയർത്തിക്കൊണ്ട് അവരുടെ കുടുംബ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേരളക്കരയിലെ മുഴുവൻ നായർ സമുദായത്തെയും അപലപിച്ചുകൊണ്ട് വെറും നാണം കെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഇന്ന് ഞങ്ങൾ 4327 എന്ന ശ്രീഹരിരാജ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയാണ്. ആ ഒരു കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. സ്വാമിയേ അയ്യപ്പോ, സ്വാമിയപ്പ ശരണമപ്പ, വന്ദേനപ്പ എൻ ഗുരുനാഥ ഏകാന്തവാസ ഭൂമി പ്രപഞ്ച. സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ. അഴിമതി വീരൻ തുലേട്ടെ, അഴിമതി വീരൻ തുലേട്ടെ, സുകുമാരൻ നായര് കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. നാണം കെട്ട സുകുമാര, നാണം കെട്ട സുകുമാര. നായർ സമുദായത്തെ അവഹേളിച്ച, നായർ സമുദായത്തെ അവഹേളിച്ച സുകുമാരൻ നായർ കത്തട്ടെ. ജയ് 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 NSS. സുകുമാരൻ നായർ കത്തട്ടെ. നാണം കെട്ട സുകുമാര, നാണം കെട്ടൊരു സുകുമാര കത്തട്ടങ്ങനെ കത്തട്ടെ, കേരളക്കരയിൽ കത്തട്ടെ. NSSനെ പുറകിൽ നിന്ന് കുത്തിയ ജയ് 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 NSS, ജയ് 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 മന്നത്ത് പത്മനാഭൻ, ജയ് 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 അത് ഫുള്ള് കത്തി, അത് പെട്രോൾ പോയതവരെ. കാട്ടുകള്ള സുകുമാര, കാട്ടുകള്ള സുകുമാര, നാണം കെട്ടൊരു സുകുമാര. നിന്നുടെ നാളുകൾ എണ്ണപ്പെട്ടു, നിന്നുടെ നാളുകൾ എണ്ണപ്പെട്ടു. രാജിവെച്ച് പുറത്തു പോ, രാജിവെച്ച് പുറത്തു പോ. ഇല്ല ഇല്ല സഹിക്കില്ല, ഇല്ല ഇല്ല പൊറുക്കില്ല. നാണം കെട്ടൊരു സുകുമാര, രാജിവെച്ച് പുറത്തു പോ. ജയ് ജയ് NSS, ജയ് ജയ് മന്നത്ത് പത്മനാഭൻ, ജയ് 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 മന്നത്ത് പത്മനാഭൻ. ഒരു 2 വാക്ക് നമ്മൾ ബഹിഷ്കരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഒരു 2 വാക്ക്. ഇന്നിവിടെ പ്രതിഷേധമായിട്ട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കോലം ഇവിടെ കത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതൊരു സൂചനയായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയ തുടർന്നും മാണിനാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം ഇനി ഈ സ്ഥാനത്ത് തുടരാൻ ഒന്നുകൊണ്ടും അദ്ദേഹം യോഗ്യനല്ല. എത്രയും പെട്ടെന്ന് ഈ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പോകേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ രാജിവെക്കും വരെ ഇദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ നീട്ടിവെക്കുന്നതാണ്. ആ ഒരു സഞ്ചയനം നടത്തി പോലും ഇദ്ദേഹത്തിന് എന്റെ മോക്ഷം കിട്ടാൻ പാടില്ല. അത്രയ്ക്കും ഈ സമുദായത്തിന്റെ അടുത്ത് കാണിച്ച അവഗണനയ്ക്കെതിരെ ഈ ഒരു ശക്തമായ പ്രതിഷേധമാണ് മാണിനാട് NSS കരയോഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എല്ലാ കരയോഗങ്ങളും പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ശരി, ഇതിൽ എന്ത് വന്നാലും ശ്രീമാരൻ ചേട്ടന്റെ പേരില് നടപടി എടുക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോ നമസ്കാരം. നമ്മുടെ NSSന്റെ സെക്രട്ടറി അല്ലേ
ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ നമ്മുടെ ശരിക്കും NSS സമുദായത്തിന് എതിരല്ല, അതുപോലെ തന്നെ നായർ സമുദായങ്ങൾക്കൊന്നും എതിരല്ല. ഇദ്ദേഹം ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നായർ സമുദായത്തിന്റെ അതുപോലെ തന്നെ ഹിന്ദു ജനങ്ങള് തെരുവിലിറങ്ങി, ഇയാളുടെ വാക്ക് കേട്ട് തെരുവിലിറങ്ങി ഒരുപാട് സമരങ്ങൾ നടത്തിയ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ വളരെ മോശപ്പെടുത്തി, വളരെ ചിത്രീകരിച്ച് അദ്ദേഹത്തിന്റെ മകൾക്കും മരുമകനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തിന്റെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സമുദായത്തിന് ബലി കൊടുത്തു എന്ന് എന്നെ പറയാം. ബലി കൊടുത്ത അദ്ദേഹത്തിനെതിരെ മാണിനാട് കരയോഗത്തിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ കണ്ടത്. അദ്ദേഹത്തിന്റെ ആ പ്രതിഷേധ സൂചകമായിട്ട് ഇവിടത്തെ യൂണിറ്റ് പ്രസിഡന്റ് അദ്ദേഹം ശ്രീകുമാരൻ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ ഹിന്ദു സമൂഹത്തിന്, നായർ സമുദായത്തിന് വിറ്റ് തിന്നുന്ന ഇദ്ദേഹത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കോലം ഈ ഒരു നമ്മുടെ NSSന്റെ കരയോഗ മന്ദിരത്തിന് മുന്നിൽ കത്തിച്ചുകൊണ്ട് പ്രതിഷേധമാണ് നമ്മൾ ചെയ്തത്. അതേപോലെ ഇതിലെഴുതിക്കുന്ന മാറ്റർ തന്നെ നമുക്കറിയാം. NSSന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായരുടെ ചിത്രം വച്ചുകൊണ്ട് കട്ടപ്പ പിന്നിൽ നിന്ന് ഹിന്ദുക്കളെ കുത്തുന്ന അല്ലെങ്കിൽ നായർ സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തി അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ മകൾക്കും മരുമകനും അദ്ദേഹത്തിന് ജയിലറയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചുകൊണ്ട് ആ സമുദായത്തിന് ഒറ്റുകൊടുത്ത അദ്ദേഹത്തിന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന മാറ്റർ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബ കാര്യത്തിന് വേണ്ടി നായർ സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തിയ ഒറ്റുകാരൻ യൂദാസ് സുകുമാരൻ നായർക്ക് സമുദായത്തിൽ മാപ്പില്ല. ശ്രീ ഹരിരാജ മാണിനാട് NSS കരയോഗം 4327 എന്ന നമ്പറിലെ ജനങ്ങളാണ് ആ ഒത്തുകൂടിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവിടത്തെ സെക്രട്ടറിയും പ്രസിഡന്റ് അടക്കം പറഞ്ഞത് അദ്ദേഹം ഈ ഒരു ഇതിനെ ചുട്ടുകരിച്ചുകൊണ്ട് പറഞ്ഞത് സഞ്ചാനം എന്നൊരു ധനമുണ്ടെങ്കിൽ അദ്ദേഹം ഈ പദവി രാജിവെച്ചതിന് ശേഷം മാത്രമേ സഞ്ചാന കർമ്മങ്ങൾ വരെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഈ സമുദായത്തിന്റെ അടുത്ത് കാണിച്ച ക്രൂരതയ്ക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോഴും മാണിനാട് എന്ന ഈ ചെറിയ ഗ്രാമത്തിലും അയാൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അലയടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഈ നാട്ടിലുള്ള മുഴുവൻ അമ്മമാർക്കും സഹോദരിമാർക്കും ജ്യേഷ്ഠ സഹോദരങ്ങൾക്കൊക്കെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അറിയിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നമസ്കാരം.